ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഞാൻ ഇവിടെ കുഴപ്പമില്ലാണ്ടിരിക്കണു, സുഖമായിട്ട്. അപ്പം ഞാൻ വെച്ചാൽ കുറേ നാളായി ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട്. അപ്പം അതും ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. ആപ്പിൻ്റെ കാർസും ഇതൊക്കെ ആയിട്ട് ലവ് യു പിന്നെ അവിടെ കിടക്കുന്നുണ്ട്. എന്തോ മാമ അമ്മ കാസാണോ അതിന്റെ എടുത്ത് താമയ്ക്ക്. താങ്ക് യു. എന്റെ കാറാ പോയാ. അപ്പൊ രാവിലെ ആ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദേ ബ്രഷ് ചെയ്യാൻ പോവാട്ടോ. അപ്പം ഈ ഇട്ടിരിക്കുന്ന ഇംഗ്ലീഷ് മാത്സ് ഒക്കെ നമ്മുടെ പേജിലുണ്ട് കേട്ടോ. ചന്ദ്രമുഖി ബൈ അഞ്ജലിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഒക്കെ കാണാം കേട്ടോ. ഞാൻ നോക്കുമ്പോഴാണെങ്കിൽ ഞാൻ ബ്രഷ് ചെയ്യണ സമയത്ത് അതും ഓങ്ങി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എടുത്തു, അവനും പിടിച്ചിട്ട് ബ്രഷ് ചെയ്യലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതേ ഞാൻ ഫേസ് വാഷ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫേസ് കഴുകായിരുന്നു. ഇപ്പോൾ ഫേസിലാണെങ്കിൽ ചിന്നു ഭാഗത്തൊന്നും അധികം ചിന്നല്ല, ചീക്സിലൊന്നും അധികം പിമ്പിൾസ് ഇല്ല. ചിൻ ഭാഗത്ത് എനിക്ക് എന്താണെന്നറിയില്ല, പിമ്പിൾസ് നന്നായി വരാണെങ്കിൽ ചിന്നിലാണ് കൂടുതൽ വരാറ് കേട്ടോ. എന്തോ സ്ട്രെസ്സോ ഹോർമോണൽ എന്തോ ഇത് കൊണ്ടാണെന്നാണ് ഞാനിങ്ങനെ നോക്കിയപ്പോൾ കണ്ടത്. അപ്പം ചിന്നിൽ മാത്രം ഇപ്പോൾ പിമ്പിൾസ് വന്നിട്ട് പോയി. എന്നാലും ഒരു 1-2 കൊണ്ട് പാട് പോകാനാണ് പാട്. സത്യം പറഞ്ഞ പാട് പോകാനാണ് പാട്. പിമ്പിൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഇഷ്യൂ അല്ല, പക്ഷേ പിമ്പിൾ വന്നിട്ട് പോകുമ്പോൾ പാടൊക്കെ നിൽക്കും. എനിക്കത് ഇഷ്ടമില്ല എന്നൊക്കെ. ആർക്കാണ് അതൊക്കെ ഇഷ്ടം എന്നൊക്കെ അല്ലേ. പിന്നെ നമുക്കാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫാമിലി കൂടി വരാട്ടോ. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എഫ് ബിയിലാണെങ്കിലും ഫാമിലി കൂടി വരാണ് ഭയങ്കര സന്തോഷം കേട്ടോ. എന്നും ഡെയിലി എനിക്ക് കുറേ പേര് എന്നെ ഇഷ്ടപ്പെടണവർ എനിക്ക് കമൻറ്റ്സ് ഇടണ കാണുമ്പോൾ തന്നെ എന്ത് സന്തോഷമാണെന്നറിയോ. നമ്മുടെ വീഡിയോ സത്യം പറഞ്ഞാൽ ഒരു ഇതിൽ കണ്ടിട്ടുണ്ട്, നമ്മളറിയുന്നവരല്ല കൂടുതൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കാറ്. നമ്മളറിയാത്ത കുറേ പേരാണ് വീഡിയോസ് കാണാറുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ, ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഞാനിതെൻ്റെ ഫേവറേറ്റ് ലിപ് ബാം കേട്ടോ. അപ്പോൾ ലിപ് ബാമൊക്കെ ഇട്ട് കഴിഞ്ഞ എൻ്റെ ഒരു പരിവായി. ഇപ്പോഴാണ് കുറേ നാളെ ഞാൻ മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ മസ്കാര ആണെങ്കിലും ഇപ്പോൾ കൺസീലർ ആണെങ്കിലും എന്താണെങ്കിലും ഇപ്പോൾ കുറേ നാളായിട്ടോ അങ്ങനെ ഉപയോഗിക്കാറില്ല. അങ്ങനെ പുറത്തൊന്നും പോകാറില്ലല്ലോ. ബട്ട് എല്ലാം വൺസ് അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂടിയിട്ട് മേടിച്ചിട്ട് ഞാൻ മേടിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. പാതുബാബിക്കാണെങ്കിൽ കുറേ നാളായി അവൻ്റെ കാശൊക്കെ എന്നെ കാട്ടി കൊടുത്തിട്ട്, അച്ഛനാണെങ്കിൽ അവിടെ കിടക്കായിരുന്നു കേട്ടോ. കാട്ടി കൊടുത്തിട്ട് അപ്പോൾ അവന് കാട്ടി കൊടുത്ത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അതിട്ട് ഉരുട്ടലായിരുന്നു എന്നിട്ട് പണി. ലവ്വി ആണെങ്കിൽ ലവ്വിനെ ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നോക്കി ക്യൂട്ട്നെസ് ആയിരിക്കും ഒരു അറിയാണ് നമ്മുടെ ലവ്വി ബാബി കേട്ടോ. പാതുബാബി ആണെങ്കിൽ ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ തന്നെയൊക്കെ കഴിക്കും. നമ്മൾ പക്ഷെ കൊടുക്കാറില്ല, അവിടെ വലിച്ച് വാരി അവിടെ ആകത്. അല്ലെങ്കിൽ 2 പേരെ നോക്കാൻ നല്ല പാടാണ്. അതിൻ്റെ കൂടെ ഇവൻ വലിച്ച് വാരി ഇടലും കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പമല്ല നോക്കാം. അപ്പോൾ ഞങ്ങളിങ്ങനെ മടിയിൽ പിടിച്ച് ഓരോന്ന് പറഞ്ഞിട്ടൊക്കെ ഫുഡൊക്കെ കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന ഒരു 11 മണി ആകുമ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്. ഉച്ചയ്ക്കൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഓരോന്നും ചെയ്തിരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇതിലാട്ടോ അവൻ്റെ കുട്ടിയുടെ അവൻ്റെ പാമ്പേഴ്സിൻ്റെ കവറിൻ്റെ ഉള്ളിലാണ് നിറച്ച് ടോയ്സ്. ഞാൻ പറഞ്ഞ ടോയ്സ് കിട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ കുറേ നാൾക്ക് ശേഷം അമ്മ ഇങ്ങനെ ഓരോന്ന് എടുത്ത് വയ്ക്കും. കുറേ നാൾക്ക് ശേഷം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ആണെങ്കിൽ ചപ്പാത്തിയും ചിക്കൻ കറി ആയിരുന്നു. എനിക്കാണെങ്കിൽ രാവിലെ തന്നെ ചിക്കൻ്റെ ഗ്രേവി കൂട്ടാൻ ഇഷ്ടം. ചിക്കൻ ഇതുപോലെ ചിക്കൻ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. മീൻസ് രാവിലെ കഴിക്കാൻ. രാത്രിയൊക്കെ ആണെങ്കിൽ അടിച്ച് പൊളിച്ച് കഴിക്കും. എനിക്കാണെങ്കിൽ ഫ്രൈ ഐറ്റം ഒക്കെ ആണെങ്കിൽ പിന്നെയും ഞാൻ രാവിലെ കഴിക്കും. കറിയിലെ ഗ്രേവി അല്ലെങ്കിൽ പൊട്ടറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ചിക്കൻ കറി വെക്കുമ്പോൾ പ്ലെയിനായിട്ട് വെക്കണേക്കാട്ടും ഇഷ്ടം ചിക്കനിൽ വല്ല പൊട്ടറ്റോയോ അല്ലെങ്കിൽ കായ അങ്ങനെയൊക്കെ ഇട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അത് മാത്രം പറക്കി തിന്നാലോ. ചില സമയത്ത് വെക്കണമെന്നെങ്കിൽ ചിക്കൻ ഞാൻ നന്നായി കഴിക്കും. പിന്നെ പിറ്റേ ദിവസമൊക്കെ ഇതുപോലെ കറി ആയിരിക്കും എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ ഫ്രൈ ആണെങ്കിൽ ഞാൻ ഫ്രൈ ആണെങ്കിൽ അടുത്ത ദിവസം വെക്കാണ്ടാവില്ല, ഫുള്ള് ഞാൻ തിന്ന് തീർക്കുന്നൊക്കെ. ഇതിപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ പോയാലും തന്നെ ഞാനവിടുത്തെ ചിക്കൻ ഫ്രൈ ഒക്കെ ഞാൻ കൂടുതൽ എടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈ ഒക്കെ. അപ്പോൾ ഇതെന്താ പറയാൻ വന്നേ, അപ്പോൾ ഞാനെന്താ പറയാൻ വന്നതെന്നൊക്കെ. അപ്പോൾ ആദുവിന് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ആദ്യം കുറച്ച് ചപ്പാത്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ടാണ് ബാക്കി അമൃതമുടി അവന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ചില സമയത്ത് കൊതിയാകുമ്പോൾ ഞാനും എടുത്ത് കഴിക്കാറുണ്ടെന്നൊക്കെ. അപ്പോൾ അതുവാണെങ്കിൽ നമ്മുടെ സ്ട്രോളറൊക്കെ എടുത്തിട്ട് അവിടെ എന്തൊക്കെയോ സ്റ്റക്കാക്കി വെക്കായിരുന്നു. ഇന്ന് ആദുവിന് ഞാൻ ആലോചിക്കുന്നത് ഇന്ന് അധികം കുറുമ്പില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എന്താ ഇതിപ്പോൾ പറഞ്ഞത് വായിലിട്ടുള്ളൂ. ഇതിപ്പോൾ അവൻ എന്നിട്ട് ഓളിയിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ ഇന്നാണെങ്കിൽ അവന് ആ പുതിയ കാസ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. പുതിയതല്ല, പണ്ടത്തെ കാസും
അതൊക്കെ വെച്ചിട്ട് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ലവ്വിനെ കാട്ടിത്തരാമെന്ന്. ലവ്യു ബാബി ഉറങ്ങി എണീച്ച് ഇരിക്കാട്ടോ. അപ്പം ഞാൻ അവൾക്ക് വേഗം ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ഇവിടെ ഞാനും എൻജോയ് ലവ്വിനെ ശ്രദ്ധിക്കാൻ വേണ്ടി എന്തൊക്കെയാ ഇവിടെ ലവ്വി കാണണേന്നറിയോ. അപ്പം ഞാനും ലവ്യും കൂടിയിട്ടുള്ള ഒരു വീഡിയോ എല്ലാവരും പറഞ്ഞിട്ടാണോന്ന് അറിയില്ല, ലവ്യു ബാബി ഭയങ്കര കുറുമ്പത്തിയാട്ടോ. അപ്പോൾ ആദു ബാബിയുടെ പോലെ തന്നെ ലവ്യു ബാബിക്ക് നല്ല കുറുമ്പുണ്ട്. മുട്ടുകുത്തി അഴയാനുള്ള എപ്പോഴേ തുടങ്ങി ഓരോ വക വേഷം കെട്ടുകൾ കാര്യങ്ങൾ ഒക്കെ ലവ്യു ബാബിക്കുണ്ട്. ഞാനിപ്പോൾ എൻ്റെ പൊന്നു ലവ്വിനെ കുറ്റം പറയുമ്പോൾ ലവ്യു നോക്കാം സുന്ദരി ലവ്യു. അപ്പോൾ ദേ ലവ്യു ബാബി. ഞാൻ സത്യം പറഞ്ഞാൽ ആദൂനൊന്നും ഇതുപോലെ കൊഞ്ചിക്കണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നാമത് 22 വയസ്സ് എനിക്കാണെങ്കിൽ ആദ്യമായിട്ടൊരു വാവേനെ എടുക്കണത് ഞാൻ ആദൂനാണ്. എനിക്ക് അങ്ങനെ എന്താ പറയുക, ഞാൻ അങ്ങനെ എടുത്തിട്ട് ഇതൊന്നും ചെയ്യാറില്ല. ലവ്വിനാണ് ശരിക്കും കറക്റ്റ് ഏജ് കിട്ടോ. ലൈക്ക് ഞാനിപ്പോൾ ലവ്വിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും. ലവ്വിനെ ഫുള്ള് കൊഞ്ചിക്കലൊക്കെ ഞാനാട്ടോ. അപ്പോൾ ആദു ബാബി ഇതിനിപ്പോൾ കൊഞ്ചിക്കാതിരിക്കണ പ്രായമല്ലല്ലോ. ഓടി നടക്കലും പറന്ന് നടക്കലൊക്കെയാണ് നമ്മുടെ ആദു ബാബി. അപ്പൊ കുറെ നാളായിട്ട് ആദുവിനെ വണ്ടിയൊക്കെ അങ്ങനെ എടുത്ത് കളിക്കാറൊന്നുമില്ല. ഇപ്പൊ അതേ ഇരുന്നപ്പോ കുറച്ചു നേരം അതൊന്ന് കളിക്കൂട്ടെ. എന്തെങ്കിലും കുറെ ടോയ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പൊ പടം വരയ്ക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിങ്ങനെ ചെയ്യൂട്ടോ. ഇപ്പൊ ഇതേ കുറച്ചു നേരം തൊട്ടിലിട്ട് കളിക്കലും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറുമ്പ് ഇങ്ങനെ എപ്പോഴും കാട്ടുകൊണ്ടിരിക്കും. ഇത് ഉച്ചയായപ്പോൾ രാവിലത്തെ ചിക്കൻ്റെ അതുണ്ടായിരുന്നു. ഞാൻ അത് കൂട്ടിയില്ല കേട്ടോ. നല്ല ഉണക്കപ്പയറുണ്ടായിരുന്നു. ഉണക്കപ്പയറല്ല ചെറുപയറുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അച്ഛനമ്മ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഉറങ്ങിയ നേരം ഞാൻ വേഗം പോയിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ ആദൂനാണെങ്കിൽ അമ്മ ഉറക്കി, അച്ഛനും ഉറങ്ങി. പിന്നെ അച്ചാറ് മീനച്ചാറുണ്ടായിരുന്നു. എല്ലാം കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ചെറുപയർ അങ്ങനെ ഇതാക്കിയത്. പിന്നെ ഇത് ഉറങ്ങാന്ന് കാട്ടാണ്. ഞാനും ലവ്യ ഉറങ്ങാൻ പോവാണ്. ലവ്യ ഓൾറെഡി ഉറങ്ങി. ഞാൻ പിന്നെ ഉറങ്ങാന്ന് വെച്ചു. ഉറങ്ങാന്ന് വെച്ചിട്ട് പിന്നെ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ. ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ റീൽസും അതൊക്കെ നോക്കിയിരിക്കുന്നു. പിന്നെ ഇത് ഇവളുടെ പണി ഇതാണ് ഇപ്പം മെയിൻ. മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ ഓരോ വക വേഷം കെട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ ഞാൻ വെച്ചു ജസ്റ്റ് ഒന്ന് നടക്കാൻ കൊണ്ടുപോകാമെന്ന് വെച്ചു. അപ്പം ഞാനാണെങ്കിൽ വെറുതെ ഇപ്പം എൻ്റെ പണി ഹെർബൽ കാജൽ കണ്ണിലെഴുതി കണ്ണ് കൊക്കാച്ചി ആക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ സ്ഥിരം പരിപാടി. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതുന്ന സമയത്ത് കണ്ണിന് നല്ലൊരു കുളിർമ കേട്ടോ. പിന്നെ ഞാൻ ചോദിച്ചു കണ്ണ് ഇത്തിരി കൊക്കാത്തി ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഉള്ളവരൊക്കെ തന്നെയല്ലേ എന്നെ കണ്ടിട്ടുള്ളതൊക്കെ അല്ലേ. ഇനിയിപ്പോൾ എന്തിട്ടാന്ന് നോക്കുക. അപ്പോൾ ഇതേ ലവ്യും ഞാനും കൂടിയിട്ട് ഇതേ ഞങ്ങൾ നടക്കാൻ പോകാം കേട്ടോ. പൊട്ടൊക്കെ കുത്തു കൊടുത്തു ലവ്വിനെ. അപ്പോൾ ആദുബാബിയാണ് ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിക്കൂന്ന് പറഞ്ഞാൽ ആദുവിന് ജീവനാണ് നൈനൂനും. എനിക്ക് ഇത്രയും നാളായിട്ട് അറിയണ്ടായിരുന്നില്ല നൈനൂന് ഇവന് ഇത്രയും ഇഷ്ടമാണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇതാട്ടെ നൈനൂന് സത്യം പറഞ്ഞാൽ ഇവനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ മിക്കൂനും ഇഷ്ടമാണ്. പക്ഷേ മിക്കും ഇവനാണ് സെയിം ഏജ്, മീൻസ് 1-2 months എന്തോ ഡിഫറൻസ് ഉള്ളൂ. ഞാൻ വിചാരിച്ചു മിക്കും ഇവനാണ്. പക്ഷെ നൈനൂന് ഇവന് ഭയങ്കര ഒരു ബ്രദർ, ശരിക്കും അവൻ്റെ ഒരു അനിയൻ്റെ പോലെ കേട്ടോ നൈനു നോക്കണ്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് കുറച്ച് എൻ്റെ ഫ്രണ്ടിനും ഹിമൂനൊക്കെ വീഡിയോ കോൾ ചെയ്യലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. കുറേ നാളെ ഇപ്പോൾ ഫ്രണ്ട്സിനെ എന്നെ വിളിച്ചിട്ട് കുറേ നാളായിട്ട്. അപ്പോൾ ഹിമയാണെങ്കിൽ ഓരോ ഐഡിയാസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതൊക്കെ ആക്കും. അപ്പോൾ കുറേ നാളെ ഫ്രണ്ട്സൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം എന്തിനാ വേഷം കെട്ട് കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് സൈക്കിൾ വേണം നൈനൂൻ്റെതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ബർത്ത്ഡേ ആകുമ്പോൾ മേടിച്ചു തരാം. പക്ഷെ ബർത്ത്ഡേക്ക് മുന്നേ എന്തായാലും ഞാൻ സൈക്കിൾ ഓർഡർ ചെയ്തു. ഇനിയിപ്പോൾ അവൻ്റെ ഒരു വിഷമാവണ്ടെന്ന് വെച്ചിട്ട് കേട്ടോ. അച്ഛൻ പിന്നെ കുറേ നാളെ പറഞ്ഞു സൈക്കിൾ മേടിക്കുന്നത്. അപ്പോൾ ഞാൻ ആരും വീഡിയോ കോളിങ് ഭയങ്കര മടിയാണ്. ഏട്ടനെ തന്നെ സംസാരിക്കുകയാണെങ്കിൽ ഇവറ്റങ്ങളെ രണ്ടുപേരും ജസ്റ്റ് കുറച്ച് നേരം സംസാരിച്ച് പിന്നെ പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും പറയില്ല. ഡെയിലി സെയിം കുറുമ്പ് സെയിം വേഷം കെട്ടുകൾ തന്നെയാണ്. ഡിഫറെൻ്റായിട്ട് പ്രത്യേകിച്ച് എനിക്കും ലൈഫിലൊരു ഡിഫറൻസ് ഒന്നുമില്ല. സെയിം റൊട്ടീൻ തന്നെ. അങ്ങനെ പുറത്ത് പോകുന്നില്ല, നമ്മളുടെ വർക്ക്സ് ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ നൈറ്റ് ആയപ്പോഴാണെങ്കിൽ നല്ല പയറും പിന്നെ അതിനെന്താ പറയുക ചേനയും കറിയും. നല്ല ഇഷ്ടമായിട്ട് എനിക്കത്. ഞാൻ സത്യം പറഞ്ഞാൽ കുറേ എടുത്തതൊന്നും എനിക്ക് കറി തന്നെ എടുത്തത് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ. ലവ്വി ബാബി ചുന്തിരി മണിയായിട്ട് ഇരിക്കട്ടോ. ഓരോ ടൈം ഓരോ കോസ്റ്റ്യൂം വെക്കാന്ന് ലവ്വി. പിന്നെ ആദുബാബി പെടഞ്ഞ് വരുന്നുണ്ടായിരുന്നു അവളെ കൊഞ്ചിക്കാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഇവിടെ കണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ കറി കുറേ ഇപ്പം അവിയലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ചോറുണ്ടാണ് അത്രയും അവിയലൊക്കെ എടുത്തതിനും. സീരിയസ് ആയിട്ട് പറയാം, ചിക്കൻ ആണെങ്കിലും എന്താണെങ്കിലും കറി ഞങ്ങൾ നന്നായി കഴിക്കും. ചോറ് കുറച്ച് കുറവാണെങ്കിലും കറി നല്ലതാണ്, ഹെൽത്തിയാണ് ശരിക്കും. പക്ഷെ നമ്മൾ വെല്ലൊടുത്ത് പോകുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ഇതാക്കില്ല. നമ്മളെ വീട്ടിൽ ഇതിപ്പോൾ നമ്മൾ കണ്ട ഒരു സംഭവം കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലതാണ്, നല്ല ഹെൽത്തിയാണ്. അതായത് ഇപ്പോൾ പയറ് അതുപോലെ തന്നെ
വേറെ ചേന നല്ല നല്ല ഇതല്ലോ പരിപ്പും മുരിങ്ങലൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത, പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല യമ്മി യമ്മിയാണ്. ചക്കയൊക്കെ ഞാൻ ചോറുണ്ണണ പോലെയാണ് ചക്ക, ഇടിയൻ ചക്ക ഒക്കെ കഴിക്കുക. നമ്മൾ അത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ അതൊക്കെ കഴിച്ച് നല്ല ഹെൽത്തി ഫുഡ് കഴിച്ച് ചോറൊക്കെ ഞാൻ ഭയങ്കര കുറവ് കഴിക്കാറ്. എനിക്കിപ്പോൾ മടിയാണ് ചോറ്. പക്ഷെ ഞാൻ നന്നായിട്ട് കറികളൊക്കെ നന്നായി കഴിക്കും കേട്ടോ. അത് എൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ചൊരു ശീലമാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ പിന്നെ ബെഡൊക്കെ ചില സമയത്ത് പാലിതായിട്ടാണോന്ന് അറിയില്ല, ബെഡ്ഷീറ്റിലൊക്കെ ഉറുമ്പ് വന്നിടാറുണ്ട്. അപ്പോൾ നന്നായിട്ട് ബെഡൊക്കെ ഇതാക്കിയിട്ട് ഒതുക്കിയിടായിരുന്നു, ഇനി ഉറുമ്പ് കടിക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ എന്താണ് ഈ പ്രാന്തി പോലെ മുടിയിട്ട് നടക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ മുടി ഇങ്ങനെ സ്കാൽപ്പ് ഇങ്ങനെ ഹെയർ ഇങ്ങനെ മസാജ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് അത് കാണുന്നില്ല, അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവ എവിടെയോ എടുത്തെറിഞ്ഞെന്ന് വെച്ചിട്ട് ഞാനത് നോക്കണം. അവസാനം എൻ്റെ അടിയിൽ കിടക്കണ്ടായിരുന്നു, എനിക്കത് കിട്ടി. ഞാൻ നന്നായിട്ട് തല മസാജ് ചെയ്യുമ്പോൾ നല്ലൊരു സുഖം കേട്ടോ. തലയിൽ എന്തൊരു റിലാക്സേഷൻ പോലെയാണ്. സീരിയസ് ആയിട്ടും എനിക്ക് തോന്നുന്നത് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ ഉള്ളൊരു ജസ്റ്റ് ഒന്ന് പറയട്ടോ. നല്ലൊരു റിലീഫാണ് ആ സംഭവം അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ ഞാൻ രാവിലത്തെ കരിപ്പഴാട്ടോ പറയണേ, നനഞ്ഞ കോഴിയുടെ പോലെ നിൽക്കണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ്മേരി തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വാട്ടർ. അത് ഞാൻ എന്നും ചെടിക്ക് വളം ഇട്ട് കൊടുക്കണ പോലെ എന്നും ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഓർമ്മയുള്ള ദിവസമൊക്കെ. പിന്നെ ആഴ്ചയിൽ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ റോസ്മേരി ഓയിൽ തേക്കും. പിന്നെ നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്ത് കളയും. ഇപ്പോൾ 2 days ആയിട്ട് ഞാൻ റോസ്മേരി വാട്ടർ നന്നായിട്ട് ഇതാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഭയങ്കര വൃത്തിയിലൊന്നും ഞാൻ ബെഡ്ഷീറ്റല്ല, പുതപ്പൊന്നും ഭയങ്കര ഇതായിട്ട് ബ്ലാങ്കറ്റൊന്നും ഞാൻ മടക്കി വെച്ചില്ല. കാരണം ഉറങ്ങുമ്പോൾ എന്തായാലും അതെടുത്ത് വിരിക്കേണ്ടതല്ലേ എന്ന് വെച്ചിട്ടോ. പിന്നെ വേണമെങ്കിൽ എനിക്ക് കുറച്ച് ഷോഫിന് നന്നായി ഒതുക്കി ഞാൻ അടിപൊളിയായിട്ട് ഒതുക്കി വൃത്തിയാക്കി ഇടാന്നൊക്കെ കാട്ടാം. പിന്നെ എന്തിനാണ് വെറുതെ ഇതൊക്കെ നമ്മളുടെ ഓഡിയൻസൊക്കെ നമ്മളുടെ ഡെയിലി കാര്യങ്ങളൊക്കെ ഹാക്സും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് കാണുന്നത്. നമ്മൾ എന്തിനാണ് ഫേക്ക് ചെയ്തിട്ട് ഭയങ്കര ഓവറായിട്ട്. ഇപ്പം ഞാനിപ്പോൾ പ്രൊഡക്ട്സൊക്കെ ആണെങ്കിൽ കൂടിയും ഇപ്പോൾ കണ്ട പ്രൊഡക്ട്സ് ഒന്നും വെറുതെ ആവശ്യമില്ലാണ് ഞാൻ ഫേക്ക് ചെയ്തിട്ട് ഇത് അടിപൊളിയാണ് സൂപ്പറാണെന്നൊന്നും ഞാൻ പറയാറില്ല കേട്ടോ. യൂസ് ചെയ്തിട്ട് നല്ലതാണെങ്കിൽ ഇപ്പോൾ കൊളാബ് ആണെങ്കിൽ കൂടി ഞാൻ ടോണി ആൻഡ് ഗൈൽ ചെയ്തിട്ടുള്ള ഹെയർ കളറോ അടിപൊളിയായിരുന്നു. അപ്പോൾ നല്ല സംഭവമായിരുന്നു. ഇപ്പോൾ ലേസർ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു നല്ലതെന്നു. അതുപോലെ തന്നെ ഇതൊരു കൊളാബിൻ്റെ ഒരു കിട്ടിയതായിരുന്നു. എൻ്റെ അമ്മ നല്ലൊരു പ്രൊഡക്റ്റ് കേട്ടോ. അതിൻ്റെ മണം ഇപ്പോഴും ഉണ്ട്. നല്ലൊരു എനിക്കിഷ്ടമായിട്ട് കാർഡിൻ്റെ പ്രൊഡക്റ്റ് നല്ല. അതിൻ്റെ ഓയിലും നല്ലതാണ്. ഓയിൽ ആദൂനാണ് തേപ്പിക്കാറ്. ഇവളെ പിന്നെ അമ്മ വേറെ എന്തൊരു ഓയിലുണ്ട് ഇവളും തേപ്പിക്കാം. പക്ഷെ ഞാൻ അതെടുത്ത് കൊണ്ടുപോയി ഒരെണ്ണമാണ് അതും ഇതുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ അവനെയൊന്നും കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യും. പിന്നെ എനിക്ക് ഈ മോയ്സ്ചറൈസിങ് ലോഷനാണ് സൂപ്പറാട്ടോ, അത് യൂസ് ചെയ്യും. പിന്നെ ഞാനിപ്പോൾ ആണെങ്കിൽ കുറേ പ്രൊഡക്ട്സോ കാര്യങ്ങളോ ഒന്നും മുഖത്തും അങ്ങനെ വലിച്ചു വാരി തേക്കാറില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മുഖത്തെടുത്ത് തേക്കും, അല്ലാണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യാറില്ല. പിന്നെ സ്കിന്നൊക്കെ എനിക്ക് നോക്കുമ്പോൾ നല്ല സമാധാനവും നല്ല ഫുഡ് തന്നെ കഴിക്കുമ്പോൾ നമുക്ക് സ്കിൻ നല്ല സെറ്റാവും കേട്ടോ. സ്ട്രെസ്സൊന്നും ഇല്ലാണ്ട് സ്ട്രെസ്സൊക്കെ ഉണ്ടാകുമ്പോഴാണ് പിന്നെ ഈ പിമ്പിൾസും വേറെ അണ്ടർ ഐ ഡാർക്ക് സർക്കിളൊക്കെ വരുന്ന അണ്ടർ ഐ ഡാർക്ക് സർക്കിൾ. പിന്നെ പിള്ളേരുള്ളതുകൊണ്ട് ഉറക്കൊന്നും ശരിയാവേണ്ട അത് പിന്നെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഹെയർ നന്നായിട്ട് സ്കാൽപ്പ് ഇത് പക്ഷെ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ജട പിടിക്കൂട്ടോ. ജടയോ ഭയങ്കര ടാങ്കിളാവട്ടെ ഹെയർ. പിന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ വന്നിട്ടാണെങ്കിൽ ലവ്വി ആണെങ്കിൽ ടോയ് വെച്ചിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അമ്മ വന്നിട്ടാണെങ്കിൽ എനിക്ക് ഉറക്കം വരാനൊക്കെ അമ്മ വന്നിട്ടാണെങ്കിൽ അവളെ കുറച്ച് നേരം എടുത്തു. പിന്നെ ഞങ്ങളെ ക്ലോത്തിങ് ബ്രാൻഡിൽ തന്നെ ഞങ്ങൾ 2 പേരും ഒരേപോലെ ട്വിന്നിങ് പോലെയായിട്ട് ഞാനും അമ്മയും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഗ്രീൻ കളറ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അമ്മ അതൊക്കെ ഇട്ടിട്ട് വരട്ടെ, ഞാൻ ഇടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ ലവ്വി ചുന്തിരിമണിയായിട്ട് നമ്മുടെ ലവ്വി എടുക്കുന്നുണ്ട്. ലവ്വി എനിക്ക് എന്താണെന്നല്ല ചെറുപ്പം മുതലേ പെൺപിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഒരുങ്ങി നടക്കണോണ്ട് എനിക്കിങ്ങനെ കണ്ണെഴുതി കൊടുക്കുക, പൊട്ട് കുത്തി കൊടുക്കുക, ഇങ്ങനെ മേക്കപ്പ് ചെയ്യുക, ഡ്രസ്സ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്കൊരു പെൺകുട്ടി ഉണ്ടാവും, ഞാൻ വിചാരിച്ചില്ല കേട്ടോ. പിന്നെ എൻ്റെ ചേട്ടൻ്റെ വൈഫാണെങ്കിൽ സ്നേഹയ്ക്കാണെങ്കിൽ പെൺകുട്ടി ഉള്ളപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അവളാണെങ്കിൽ അമ്മയാണ്, അല്ല അവൾ എനിക്ക് ഓർമ്മയില്ല, അമ്മ പൊട്ട് കുത്തി കൊടുക്കണം എനിക്ക് ഓർമ്മയുണ്ട്. വരുമ്പോൾ ഒക്കെ കുത്തി കൊണ്ടുവരാറുണ്ട്. പക്ഷെ അമ്മ ഇവിടെ നിന്നിട്ട് ഐലൈനർ കൊണ്ടൊക്കെ കുത്തി കൊടുക്കും. അവൾ നല്ല സ്വർഗ്ഗയ്ക്ക് അമ്മ ഇങ്ങനെ ഒരുക്കി കൊടുക്കും. പിന്നെ സ്വർഗ്ഗമൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് നല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ട് പോകും. എനിക്ക് കാണാൻ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികളുടെ ആൺപിള്ളേരെ. എനിക്ക് പൊതുവേ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷേ
എനിക്ക് അതുണ്ടായതിന് ശേഷം പിന്നെ ഇഷ്ടമായിരുന്നു. രണ്ടാമത് ആൺകുട്ടിയാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്വർഗേനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സ്വർഗേനല്ല, മൊത്തത്തിൽ പെൺപിള്ളേരൊക്കെ ഇഷ്ടമാണ്. പിന്നെ സ്വർഗം കൂടി വീട്ടിലുണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, പെൺവാവളെ. അപ്പോൾ അങ്ങനെ ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇതായതിനു ശേഷം വാവ ഉണ്ടായപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ, പെൺകുട്ടി വാവ. പിന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, അവളും പെൺകുട്ടി വാവ. നീമയാണെങ്കിൽ ഓരോ നല്ല ഡ്രസ്സപ്പ് ചെയ്തിട്ട് നല്ല ചുള്ളത്തിയിട്ട് നീമ അവളെ കൊണ്ടു നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ആഗ്രഹം പോലെ എനിക്ക് ലവ്വിനെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എനിക്ക് ലൈഫിൽ ഇപ്പം എല്ലാ സംഭവത്തോടും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആട്ടോ. എൻ്റെ ലൈഫിൽ എനിക്കിപ്പോൾ ഒരു പരാതിയില്ല, ഒരു കംപ്ലയിൻസിലും ഒന്നുമില്ല. കാരണം നമ്മൾ ആഗ്രഹിച്ച ലൈക്ക് കുട്ടികൾ, അതായത് ലൈഫ് ലോങ് നമ്മളുള്ള പിള്ളേർ ഞാൻ ആഗ്രഹിച്ച പോലെ കിട്ടി. ഇനി എനിക്ക് എന്ത് കംപ്ലയിൻസ് ആണല്ലേ, എനിക്കിപ്പോൾ അത് വേണം, മറ്റേത് വേണം, ഇത് വേണം, അങ്ങനെ ഒന്നുമില്ല. ഇപ്പം ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഭയങ്കര എല്ലാ കാര്യങ്ങളും കൊണ്ടും ഞാനിപ്പോൾ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് കേട്ടോ, സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ. മുന്നേ അങ്ങനെയല്ല, എനിക്കതില്ല, ഇതില്ല, മറ്റേതില്ല. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ലവ് യു വന്നതിന് ശേഷമാണ് എനിക്ക് മാറ്റം വന്നത്. ലവ് യു എന്നെ കുറേ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. കുറേ സീരിയസ് ആയിട്ടും ഞാനിപ്പോൾ ലൈഫിനെ നോക്കി കാണുന്ന രീതിയൊക്കെ മാറി. ലവ് യു എനിക്ക് കുറേ ലെസൺസും കാര്യങ്ങളും ഒക്കെ ലവ് യു പഠിപ്പിച്ചു തന്നു കേട്ടോ. അല്ലേ ലവ് യു ബാബി. സോ ലവ് യു കണ്ടില്ലേ, ക്യാമറ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ എന്താ ചെയ്യണമെന്ന് അപ്പം എത്തി നോക്കും. പിന്നെ ഞാനിന്ന് മുടിയിടണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗത്തിൽ നിന്ന് കഴിഞ്ഞ് ചെട പൂട്ടോ. അതൊരു നല്ലൊരു ടിപ്പാട്ടോ. അപ്പം ഞാൻ ഇറക്കണതാണ് അവളെ ഇതാക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ അടിഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നന്നായി ജട പോവും. പിന്നെ ഇത്തിരി പല്ലകലം, മീൻസ് കോമ്പിന് ഇത്തിരി അകലുള്ള കോമ്പാണെങ്കിലും നമുക്ക് നന്നായിട്ട് കോമ്പ് ചെയ്ത് കിട്ടും കേട്ടോ. ഞാനാണെങ്കിൽ സ്ഥിരം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളിക്ക് കയറ്റി കിട്ടും. കുറേ നാൾക്ക് ശേഷമായിട്ടോ ലെയറൊക്കെ ഹെയർ കട്ട് ചെയ്തത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ലെയർ കട്ട്. നല്ല അടിപൊളിയായിട്ടായിരുന്നു ഒരു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നാച്ചുറൽസ് ആയിട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മ ഇത് ഞാൻ ഏറ്റവും ഇട്ടു. അമ്മയ്ക്കാണെങ്കിൽ ബാക്കിൽ ടൈ ഒന്നും വെച്ചില്ല. അമ്മ ഇതുപോലെ ചെയ്തിട്ടു. എനിക്കുണ്ട് കേട്ടോ ഗ്രീൻ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഉടനെ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. ഇതെന്നാണ് എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ഇടാട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഹെയറൊക്കെ പോണിറ്റെയിൽ കിട്ടി. പിന്നെ ഞാൻ ഒരു കാര്യം സത്യമായിട്ട് പറയാം, അന്ന് ടോണി ആൻഡ് ഗൈയിൽ ഞാൻ ഹെയർ കളർ ചെയ്യണ സമയത്ത് ഞാൻ ഹെയർ കളർ സെലക്ട് ചെയ്തത് ഇപ്പോൾ കാണുന്ന സെയിം ഹെയർ കളറായിരുന്നു. ബട്ട് എൻ്റെ മൈൻഡിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഹെയർ കളറ് ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പെർഫെക്റ്റ് ഹെയർ കളറായത്. അപ്പം എൻ്റെ വിചാരം ദൈവമേ ചെയ്ത് വന്നപ്പോൾ ഒക്കെ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ മൈൻഡിൽ ആ കളറിന് അടുത്ത ദിവസം വാഷ് ഔട്ട് ചെയ്യുമ്പോൾ ഇത്തിരി ഫെയ്ഡായിട്ട് ബ്ലോണ്ട് കളർ നരപ്പിച്ച കളർ പോലെ ആവുമെന്ന് വിചാരിച്ചിട്ട് സത്യം പറയുകയാണെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ ഒക്കെ ഞാൻ ഭയങ്കര ഇത്തിരി എനിക്കതിനുണ്ടായിരുന്നു. പക്ഷെ വൺസ് ഞാൻ ഹെയർ കളർ മീൻസ് വാഷ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഉദ്ദേശിച്ച അതേ കളർ വന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടോണി ആൻഡ് ഗൈലത്തെ ഈ ഹെയർ കളറും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്തിരുന്നു പറഞ്ഞാൽ സൂപ്പർ. സീരിയസ് ആയിട്ടും റേറ്റൊക്കെ കുറച്ച് കൂടുതലാണ്, ബട്ട് സ്റ്റിൽ നല്ല സൂപ്പറായിട്ട് ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫിക്കേഷൻ കിട്ടണ ഒരു സ്ഥലമാണ് ഹെയർ കളറിൻ്റെ. പിന്നെ ഇതേ എൻ്റെ സ്ഥിരം ലിബാമൊക്കെ ഇട്ട്, ലിബാമില്ലാണ്ട് എനിക്കൊരു ജീവിതം ഇല്ല. ഡെയിലി ഞാൻ ലിബാമും മോയ്സ്ചറൈസറാണ് ഇപ്പോൾ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഇത്. സൺസ്ക്രീൻ പിന്നെ വല്ലപ്പോഴും പുറത്ത് പോകുമ്പോഴും എനിക്ക് ഏറ്റവും ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്കിൻ കെയറിൽ നിന്ന് ലിബാമാണ്. ലിബാമില്ലാണ്ട് അത് യൂസ് ചെയ്ത് ഇങ്ങനെ അഡിക്ഷനായവർക്ക് മനസ്സിലാവും. പിന്നെ അതേ ഞാനെന്തോ പിമ്പിളിൻ്റെ ക്രീമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. എൻ്റെ സത്യം പറഞ്ഞാൽ ഈ റൂമിലും ഞാൻ ഒറ്റയ്ക്ക് കിടക്കാറില്ല. ബട്ട് ഇപ്പോൾ ഞാനും എൻ്റെ ലവ് യു ബാബിയും കൂടിയിട്ടാണ് കിടക്കുക. ലവ് യു ആണ് എൻ്റെ കമ്പാനിയൻ. ലവ് യു ആണെങ്കിൽ പിന്നെ അധികം രാത്രി ഒന്നും വല്ലപ്പോഴൊക്കെ വേഷം കിട്ടല്ലാണ്ട് അധികം വേഷം കിട്ടുമൊന്നും കാട്ടില്ല. എൻ്റെ ടെഡി ബെയറായിട്ട് ലവ് യു ഞങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കിടന്നുറങ്ങും എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉറങ്ങണമൊന്നുമില്ല. ഞാൻ ലേറ്റായിട്ടോ കിടന്നുറങ്ങാം. പിന്നെ എനിക്കെപ്പോഴും ഇവിടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട്. ഞാൻ ഇടയ്ക്ക് എത്തി നോക്കുമ്പോൾ അവൾ എന്താ ചെയ്യണേ, അവൾ മേരിക്ക് കിടന്നുറങ്ങാണോ. പിന്നെ നമ്മളാണെങ്കിൽ സീറോ ബൾബൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവളുടെ മൂവ്മെൻറ്റ്സും അവൾ എന്താണ് ചെയ്യണേന്നൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പിമ്പിളിൻ്റെ അടുത്തൊക്കെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്ത് ഇനി ഞാനും ലവ് യു ബാബിയും കൂടിയിട്ട് കിടന്നുറങ്ങാൻ പോകാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായി ഞങ്ങൾ വരുന്നതായിരിക്കും. ബൈ.